ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന വചനമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത് മാനുഷിക സങ്കല്പങ്ങൾക്കും മാനുഷിക ചിന്തകൾക്കും മാനുഷിക കണക്കുകൂട്ടലുകൾക്കും ഒക്കെ അപ്പുറത്താണ് ദൈവം തൻ്റെ ഭക്തനു വേണ്ടി കരുതുന്നത് എന്നതാണ്. ഒരു ഭക്തനു വേണ്ടി ദൈവം കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, അത്രമാത്രം എന്ന് പറഞ്ഞാൽ മാനുഷിക സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്താണ് ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് ഓർപ്പിക്കുക തന്നെയാണ്. നാം എസ്തേറിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് കടന്നു വരികയാണെങ്കിൽ യഹൂദ ജനം അനുഭവിച്ചതായ പങ്കപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത് നീതിക്കു വേണ്ടി താൻ നിന്നിട്ടും താൻ അനുഭവിച്ചത് ആഴമായ വേദനകളും നൊമ്പരങ്ങളുമായിരുന്നു. 4-ാം അധ്യായത്തിനകത്തൊക്കെ യഹൂദ ജനത്തെ മുഴുവനായി ഇല്ലായ്മ ചെയ്യുവാനുള്ള ചിന്തകളും തീരുമാനങ്ങളും അറിയിപ്പുകളും ദേശം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീറിൽ കിടക്കുന്ന ഒരു മൊർദെഖായിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏത് സമയത്തും എല്ലാം അവസാനിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ഹാമാൻ്റെ ധിക്കാരവും അഹങ്കാരവും അവിടെ മുഴങ്ങി നിൽക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹാമാൻ്റെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവം സ്നേഹിക്കുന്ന തൻ്റെ ദാസനായ മൊർദെഖായിക്ക് വേണ്ടി യഹൂദ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം ഭക്തനായ മൊർദെഖായിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനമായ യഹൂദ ജനത്തിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അഹശ്വേരോശ് രാജാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മുദ്രമോതിരമൂരി അത് മൊർദെഖായിയുടെ കയ്യിൽ കൊടുത്തിട്ട് നിനക്കിഷ്ടമുള്ളതായ ഒരു റെക്കോർഡ് എഴുതി അതിൽ ഒപ്പുവെച്ചുകൊള്ളുക എന്ന് പറയുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് സംഗതി മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് 8-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മൊർദെഖായിക്ക് പാർക്കുവാനായിട്ട് വീട്, വേണ്ടുന്നതായ എല്ലാ സംവിധാനങ്ങളും അഹശ്വേരോശ് രാജാവ് മൊർദെഖായിക്ക് നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നീതിയായി, ദൈവത്തിൻ്റെ ഒരു കരുണയായി, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി നിലനിൽക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോഴും അതുതന്നെയാണ് കാണുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം നിന്ദയും പഴിയും പരിഹാസവും അപമാനവും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ച് ആ നിലകളിൽ തള്ളി നീക്കേണ്ടി വന്നു എങ്കിലും തൻ്റെ വിശ്വാസവും തൻ്റെ പ്രതീക്ഷയും തൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനാ ജീവിതങ്ങളും നഷ്ടപ്പെടാത്തതുകൊണ്ട് യഹോവയായ ദൈവം ഇയ്യോബിനെ ഓർക്കുകയും തൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുകയും ചെയ്യുവാനിടയായിത്തീർന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ കാണുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി
ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ മാനുഷിക സങ്കല്പങ്ങൾക്കപ്പുറമാണെന്നും ദൈവത്തെ പരമാർത്ഥതയോടെ സ്നേഹിച്ച് ദൈവത്തിങ്കൽ നിന്ന് വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടതിന് ദൈവം മുൻപാകെ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ നിലകളിൽ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുന്നവരും സമർപ്പിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, മനുഷ്യൻ്റെ അനുഗ്രഹങ്ങളല്ല, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, അത് മനുഷ്യ സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ദൈവിക നന്മയും അനുഗ്രഹവും ഉയർച്ചയുമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.